കൂടിയാണ്. അപ്പോൾ എപ്പോഴും ജ്വലിച്ചിരിക്കും. നിലവിൽ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല എന്നുള്ള ഇതിലല്ല. കുറ്റിയുടെ വലിപ്പം നിലവിൽ നമ്മൾ കണ്ടു അല്ലേ, അതിനെ ഒരു സ്ഥിര ഇതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ അതിൻ്റെ ഇത് കണക്കാക്കുമ്പോൾ ആഗ്രഹങ്ങൾ വലുതാണ്, പക്ഷെ അതിനെ ക്രമീകരിച്ച് പതുക്കെ പതുക്കെ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുകയുള്ളൂ. ഒറ്റയടിക്കൊന്നും ഒന്നും അങ്ങ് എന്തൊക്കെ മനസ്സിൽ നല്ല വലിയ വിപുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. സാധിക്കും. ഇവിടുത്തെ കാര്യങ്ങളിൽ ഇത് ഗ്രഹം ഇവിടത്തെ ആയിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ ഗ്രഹം ആയിക്കഴിഞ്ഞാൽ ഈ ഗ്രഹത്തിൽ വസിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അതിന് ഉയർച്ചയാണ്. മനസ്സിലായില്ലേ? ഈ ഗ്രഹമാകുമ്പോൾ അതിന് ഉയർച്ചയുണ്ട്. കാരണം നമുക്ക് കണ്ട ഫലങ്ങളെല്ലാം നല്ല കുറ്റിയടിക്കുന്ന സമയത്തൊക്കെ മനസ്സിലായി, അതിന് നല്ല രാശിയാണ്. തന്നെയല്ല ദേവിയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ഇതാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കുറ്റി അടിച്ചു കഴിഞ്ഞ് നമ്മൾ നിലവിൽ പടിഞ്ഞാട്ട് നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് നിലവിൽ ദേവിയുടെ തന്നെ അവിടുത്തെ പരിവാരങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ പുഷ്പങ്ങളായിട്ട് വന്നു എന്നുള്ളതാണ്. അത് വലിയൊരു നിമിത്തം, നല്ലൊരു ഇതാണ്, ലക്ഷണമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ കുഴപ്പമില്ല. ദേവിക്കും നല്ല തൃപ്തിയാണെന്ന്, ഇവിടെ താമസിച്ച് വരുന്ന ആൾ പൂജ ചെയ്യുന്നത് ദേവിക്ക് തൃപ്തിയാണെന്ന് മനസ്സിലായില്ല. അതാണ് വലിയൊരു മെസ്സേജ്. തന്നെയല്ല ആ ക്ഷേത്രത്തിൻ്റെ നോക്കുമ്പോൾ അഗ്നിയിലുള്ള ഭാഗം കൂടിയാണ്. അപ്പോൾ എപ്പോഴും ജ്വലിച്ചിരിക്കും. ഇവിടെ വസിച്ച് താമസിച്ച് പൂജ ചെയ്യാൻ വരുന്നവൻ എപ്പോഴും പ്രസന്നനായി വരുന്നതാണ് ദേവിക്ക് ഒരു കിട്ടിയ ഇതും. അപ്പോൾ തന്നെ ദേവിയുടെ ആയുധമായിട്ടും അതും കയ്യിലുണ്ട്. ഇവിടുത്തെ അംഗരക്ഷകളുണ്ടാവുന്നു. ഇവിടെ താമസിക്കുന്ന ആൾക്ക് അംഗരക്ഷകൾ ഉണ്ടാവും. എന്നാലും ദേവിയുടെ ആ ഒരു കാര്യങ്ങളുണ്ടാവും. ഐശ്വര്യമാകുന്നൊരു ഇടമാണ്. ഇവിടുത്തെ പണി തുടങ്ങിയാൽ പെട്ടെന്ന് പണി നടക്കും. അങ്ങനെയുണ്ട്. നിലവിൽ ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾ മാറാനായിട്ട് ഈ ഭൂമി നിലവിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പല രീതിയിലുള്ള അവരുടേതായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ വന്നൊരു ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടുത്തെ രീതിയിൽ ഒരു വാസ്തു പൂജ കാര്യങ്ങളൊക്കെ നല്ല കല്ലിടുന്ന സമയത്ത് നടക്കണം. മനസ്സിലായോ? അപ്പോൾ ആ കാര്യങ്ങളും കൂടി പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന അവിടെ പത്മൂട്ട് രക്ഷസിന് പാൽപ്പായസം നന്നായിട്ട് കൊടുക്കണം തുടങ്ങുന്നതിന് മുമ്പ്. ഇവിടുത്തെ ഇതും കൂടി വിചാരിച്ചിട്ട് വേണം അവിടെ ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്താൽ ഈ വേറെ ഭൂമിക്കോ മറ്റുള്ള രീതിയിലൊന്നും ദോഷമില്ല. നല്ല ഇതാണ്, അഭിവൃദ്ധി ഉള്ളൊരു ഇതാണ്. കാരണം കൃത്യം അടിക്കുന്ന സമയത്ത് ഒരു എയറോപ്ലെയിനിൻ്റെ ഒരു വിമാനത്തിൻ്റെ സൗണ്ട്, അപ്പോൾ ഉയർച്ചയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഉയർച്ചയ്ക്ക് അനിവാര്യമാകുന്ന ഒരു സ്ഥലമാണ്. വേറെ ദോഷങ്ങളൊന്നും പറയത്തക്ക വിധത്തിലുള്ള വേറെ ദോഷങ്ങളൊന്നുമില്ല. പിന്നെ സ്ഥല സംബന്ധമായിട്ട് ചില
എന്താ പറയുക അങ്ങോട്ടും പല വാഗ്വാദങ്ങളും നടന്നിട്ടുള്ളൊരു ഭൂമിയാണെന്ന് നമുക്ക് തോന്നി എന്തായാലും. അപ്പോൾ ഈ വാഗ്വാദങ്ങളുള്ള ഭൂമിയാകുമ്പോൾ അതിൻ്റെ ചില ദോഷങ്ങൾ നമ്മളിലും ഈ പറയുന്ന എന്ത് കാര്യം ചെയ്യാൻ വന്നാലും അതിനുള്ള ആ തടസ്സങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് ക്ഷേത്രത്തിൽ ചെയ്താലും മതി, എന്നൊക്കെ വന്ന് തുടങ്ങാവുള്ളൂ. പിന്നെ അന്നത്തെ ദിവസം ശില ഇടുന്ന സമയത്ത് വാസ്തു നല്ല പൂജ, ഹോമവും കാര്യങ്ങളൊന്നും വേണ്ട, വാസ്തു പൂജ. പിന്നെ നമുക്ക് താമസിക്കുന്ന സമയത്ത് നമുക്ക് ഹോമം ഉച്ചയൊക്കെ നടത്തി നമുക്ക് കാര്യങ്ങൾ വേറെ പറയത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളില്ല. ഈ ഒരു കാര്യം ഇത് വെച്ചിട്ട് മാക്സിമം ഇതിലെ ചെയ്തേക്കണേ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ അതും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് ബാക്ക് എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അല്ല അപ്പോൾ നമുക്ക് ഇതന്നെ വന്നോളൂ, അത്രേ ഉള്ളൂ. അതോടെ നിൽക്കട്ടെ. ഞാൻ ആ മധ്യവേദം മാത്രം നോക്കിയിട്ടുള്ളൂ, മധ്യവേദം മാത്രമേ നോക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും നോക്കിയിട്ടില്ല. അത് കിടക്കട്ടെ, അത് ഭാഗമല്ലേ വേണം എന്തായാലും. പിന്നെ ഒരു ഗ്രഹം കൂടി ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസ് ഒരു 4-5 കോല് കിട്ടിയാൽ അത് നല്ലതാണ്, വേറെ ഇതൊന്നുമില്ല കേട്ടോ. ശരി, ഇത് മേടൻ രാശിയാണ്. ധനമാണത്. ഇത് പണിയാനുള്ള ധനം വന്നു ചേരുന്നതാണ്, വന്നു ചേരും പറയണം. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ഒരു ക്ഷേത്ര കൊട്ടാരനോ അല്ലെങ്കിൽ ക്ഷേത്ര ആ ഒരു ഇതനുസരിച്ച് ഒരു പേരൊക്കെ ഇട്ട് നല്ലപോലെ ആ രീതിയിലാക്കണം. അതിനനുസരിച്ചുള്ള അഭിവൃദ്ധിയുള്ള ഇതാണ് എൻ്റെ കൈ തന്നേക്കണേ. അങ്ങനെയൊക്കെ ആവുന്നതാണ് ദേവി ഇച്ഛ, നമ്മളതിന് നിന്നാൽ മാത്രം മതി. ഓക്കെ, അതെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ കേടുപാടുകൾ ഉണ്ടെങ്കിൽ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞേനെ, പക്ഷെ ഒന്നുമില്ല. ഇല്ലാത്തപ്പോൾ നമുക്ക് ഇത് പറഞ്ഞ് അറിഞ്ഞു മേടിക്കാൻ കൊണ്ടുവരണോ? എഴുന്നേറ്റ് നിൽക്കാറായിട്ടില്ല, അതൊക്കെ പിടിച്ചു വന്നോളൂ. ഓക്കെ, അതാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള രീതി. നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ളൊരു ഇതായിട്ടില്ല, ക്ഷേത്ര കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷെ ദേവി വളരെ പ്രസന്നമായിട്ടുള്ള ഇതൊക്കെയാണ്, നല്ല വ്യക്തിയാണ്. ഒരു കേടുപാടുകളോ ഒടിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ദേവിയുടെ മനസ്സിൽ വിചാരിച്ച് പോന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം ആയിട്ടില്ല. നിങ്ങളെല്ലാവരും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ആ ഒരു ദ്വാരം കണ്ടോ വരണം ലാസ്റ്റ് ആ ഒരു ഇത് നമുക്ക് ഇതാ ഓട്ടയാണ്. നിങ്ങളിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനൊരു വേറൊരു അഭിപ്രായം കൊണ്ട് വരുന്ന രീതി അതുണ്ട്. ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം പറ്റില്ല എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അത് മാറ്റണം. അത് മാറ്റി എല്ലാവരെയും ഒരേ മനസ്സാക്കാൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ ഈ വെറ്റില പോലെ ഇരിക്കും. ഓക്കെ.